വാർത്തകളിലേക്ക് തിരികെ. തൃശൂരിലെ തോൽവിയിൽ പ്രതിഷേധം തുടരുകയാണ് കെ മുരളീധരൻ. തിരുവനന്തപുരത്തുണ്ടായിട്ടും മുരളീധരൻ KPCC UDF നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. KC ജോസഫും T സിദ്ദീഖും അടക്കമുള്ളവർ വീട്ടിലെത്തി മുരളീധരനെ കണ്ടിരുന്നു. മാത്രമല്ല, തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് KPCC നിയോഗിച്ച മൂന്നംഗ സമിതി എന്ന അർത്ഥത്തിൽ കൂടി അവർ മുരളീധരനിൽ നിന്നും തെളിവും എടുത്തു എന്നാണ് അറിയാനാകുന്നത്. ഈ തൃശൂരിലെ തോൽവി വലിയ ആഘാതം ഏൽപ്പിച്ചു എന്ന് KC ജോസഫും മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം KPCC നേതൃയോഗം ഇന്ദിരാഭവനിൽ തുടരുകയാണ്. കെ മുരളീധരൻ്റെയും KC ജോസഫിൻ്റെയും വാക്കുകൾ കൂടിയെന്ന് കേൾക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത തൃശ്ശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല. കാരണം തൃശ്ശൂർ ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ UDF ഭരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും UDF തൃശ്ശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള ഇവരെടുക്കുന്ന ഏത് നിലപാടിനും എൻ്റെ പിന്തുണയുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ആയ മുൻ KPCC പ്രസിഡന്റ് ശ്രീ കെ മുരളീധരനെ കാണാൻ വേണ്ടി ഇവിടെ വന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഈ പ്രോസസ് തുടരുകയാണ്. ഇനിയും പലരെയും കാണാനുണ്ട്. തൃശ്ശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസിനായിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കെ മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്താകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമില്ല. അതിൻ്റെ കാരണം കണ്ടെത്തലാണ് ഞങ്ങളുടെ ചുമതല. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. അദ്ദേഹത്തിനാണ് ഓൺ ദ സ്പോട്ട് കുറച്ചുകൂടെ അഭിപ്രായം പറയാൻ സാധിക്കുന്ന ആൾ. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്.